കാസർഗോഡ് കുമ്പള ആരിക്കാടിയിൽ ടോൾ പിരിവിനെതിരെ ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന സമരം രണ്ടാം ഘട്ടത്തിലേക്ക്. തിങ്കളാഴ്ച കലക്ടറേറ്റിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ സംഗമം നടത്തും. കാസർഗോഡ് മഞ്ചേശ്വരം ബ്ലോക്കിന് കീഴിലെ ജനപ്രതിനിധികളും നഗരസഭാ അംഗങ്ങളും സംഗമത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കുമ്പള ആരിക്കാടി ടോൾ ഗേറ്റിൽ യൂസർ ഫീ ഈടാക്കാൻ ആരംഭിച്ചതോടെയാണ് പ്രതിഷേധം ശക്തമായത്. ചൊവ്വാഴ്ച മുതൽ AK അഷ്റഫ് MLA നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി നടത്തിയ സത്യാഗ്രഹ സമരത്തിന് പോലീസ് നോട്ടീസ് നൽകി നേതാക്കളെ അറസ്റ്റ് ചെയ്തു നീക്കിയിരുന്നു. സമരപന്തലും പോലീസ് പൊളിച്ചുമാറ്റി. ഇതിനെ തുടർന്നാണ് ആക്ഷൻ കമ്മിറ്റി യോഗം ചേർന്ന് രണ്ടാം ഘട്ട സമരത്തിന് രൂപം നൽകിയത്. AK അഷ്റഫ് MLA നേതൃത്വത്തിൽ കുമ്പളയിലായിരുന്നു ആക്ഷൻ കമ്മിറ്റി യോഗം. ഞങ്ങളിപ്പോൾ ആക്ഷൻ കമ്മിറ്റി യോഗം ചേർന്നു. തിങ്കളാഴ്ച 19-ാം തീയതി രാവിലെ ഈ ജില്ലയിലെ മുഴുവൻ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ BJP ഒഴികെ എല്ലാവരും കാസർഗോഡിൻ്റെ ആസ്ഥാനത്ത് അതിശക്തമായ ഒരു പ്രതിഷേധ സംഗമം ഞങ്ങൾ നടത്തുകയാണ്. 2 ടോൾ ബൂത്തുകൾക്കിടയിലെ ദൂരപരിധി 60 കിലോമീറ്റർ എന്നതാണ് NHIA വ്യവസ്ഥ. എന്നാൽ തലപ്പാടിയിലെ ടോൾ ബൂത്തിൽ നിന്ന് 22 കിലോമീറ്റർ ദൂരം മാത്രമാണ് ആരിക്കാടിയിലെ ടോൾ ബൂത്തിലേക്കുള്ളത്. ദേശീയപാത അതോറിറ്റിയുടെ വ്യവസ്ഥ ലംഘിച്ച് സ്ഥാപിച്ച ആരിക്കാടിയിലെ ടോൾ ബൂത്ത് നിർത്തലാക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. BJP ഒഴികെയുള്ള മുഴുവൻ സംഘടനകളുടെയും പിന്തുണ ആക്ഷൻ കമ്മിറ്റിക്കുണ്ട്. സത്യാഗ്രഹ സമരസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും അവിടെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ സമരത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വിട്ടുനിൽക്കാൻ കഴിയില്ല. കാരണം ഇത് ജനങ്ങളെ ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ള നിലയിലാണ്. ആരെങ്കിലും വിട്ടുനിൽക്കുന്നുണ്ടെങ്കിൽ അവർ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കുമ്പള ആരിക്കാടിയിലെ ടോൾ വിരുദ്ധ സമരം ശക്തമായതോടെ ചീഫ് സെക്രട്ടറി തലത്തിൽ യോഗം വിളിച്ച് പ്രശ്നപരിഹാരത്തിന് വഴി തേടുമെന്നാണ് വിവരം. മീഡിയ 1 കാസർഗോഡ്.